അച്ഛൻ വിഷമിക്കരുത്. സാരമില്ല അച്ഛാ, ഞാൻ നോക്കിക്കോളാം. പേഷ്യന്റിനോട് അധികം സംസാരിക്കല്ലേ. അച്ഛൻ മരുമരായികളൊന്നും ആലോചിക്കല്ലേ. വീട്ടിലെ കാര്യം ഞാൻ അവിടെ ഉണ്ടല്ലോ. അച്ഛൻ സമാധാനായിട്ട് കിടന്നാ മതി. മോളെ നിനക്ക് എന്തറിയാം, താങ്ങാൻ പറ്റൂ നിനക്ക്? എനിക്ക് വിട്ടേക്കച്ഛാ, എല്ലാം വിട്ടേക്ക്. ഞാനിപ്പോ വീട്ടിലോട്ട് തിരിച്ചു പോവാ. ഗോവർദ്ധനങ്ങളിനെ വിളിച്ചിങ്ങോട്ട് വരാൻ പറയാം. വീട്ടില് ബബിതയും കൃഷ്ണമോളും മാത്രല്ലേ ഉള്ളൂ. ഞാൻ പോയിക്കോട്ടെ. മോളെ എന്നാ ചെയ്യണോന്ന് എനിക്കറിയില്ല. അച്ഛൻ ഒന്നും ചെയ്യണ്ട. ഇവിടെ ഐസിയുല് വേറെ ആരും വേണ്ടല്ലോ. മോളെ എന്റെ ഫോണ് എന്റെ കയ്യിലുണ്ടച്ഛ. അതിങ്ങിതാ. വേണ്ട, അച്ഛന് കുറച്ച് ദിവസത്തേക്ക് ഫോൺ വേണ്ട, ന്യൂസ് പേപ്പറും വേണ്ട. അനങ്ങാതെ ഇവിടെ കിടന്നാ മതി. സിസ്റ്റർ, ഞാൻ പോവാണേ. രാത്രി ആരെങ്കിലും ബൈസ്റ്റാൻഡർ ആയിട്ട് വന്നാ മതി. പകലാരും വേണ്ട, ഞങ്ങളുണ്ടല്ലോ. ശരി, ഞാൻ പോവാണ് അച്ഛാ. ആരെങ്കിലും അന്വേഷിച്ചു വന്നോ മോളെ? ഇല്ല ചേച്ചി. ബബിത എന്തി? റൂമിലുണ്ട്, കിടക്ക ചേച്ചി. അച്ഛൻ എങ്ങനെയുണ്ട് ചേച്ചി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഐസിയുല. അച്ഛന് പിന്നെ അറ്റാക്ക് വന്നതാണോ? മൈനർ അറ്റാക്ക് എന്നാ ഡോക്ടർ പറഞ്ഞത്. ഹോസ്പിറ്റലിലായതുകൊണ്ട് ഇനി പേടിക്കാനില്ല. സംസാരിക്കുന്നുണ്ട്. എന്നോട് വീട്ടിൽ പൊയ്ക്കോളാനും പറഞ്ഞു. അച്ഛന്റെ ഫോണല്ലേ ചേച്ചിയുടെ കയ്യില്? ആ, അത് ഞാനിങ്ങ് കൊണ്ടുപോന്നു. കൊടുക്കാൻ മറന്നാണോ? അല്ല, ഞാൻ വാങ്ങിച്ചോണ്ട് പോകുന്നതാ. ഇനി കുറച്ചു ദിവസം അച്ഛന്റെ കയ്യില് ഫോണില്ലാതിരിക്കുന്നതാ നല്ലത്. അതെന്താ ചേച്ചി? കാണാനും കേൾക്കാനും സുഖമുള്ള വാർത്തകളൊന്നും അല്ല ഇനി വരാൻ പോകുന്നത്. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന് ടെൻഷൻ അടിക്കണ്ട. ഹലോ, ആരാ അവിടെ ഫോൺ എടുത്തിരിക്കുന്നത്? ഞാൻ അനീനയാ. നിന്നോട് ആര് പറഞ്ഞു ഫോൺ എടുക്കാൻ? ബാലേന്ദ്രനല്ലേ അവിടെ? അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛനോ? ആരുടെ അച്ഛൻ? ഇവിടുത്തെ കുട്ടികളുടെ അച്ഛൻ. മതിയോ? ഓ, കൃഷ്ണമോളെ, ദേ ഫോൺ. കൊല്ലപ്പള്ളിന്ന് കമലഞ്ചി വിളിക്കുന്നു. എന്റെ സ്വരം തീരെ പിടിക്കുന്നില്ല പുള്ളിക്കാരി. ഹലോ, കൃഷ്ണയാണോടി? അതെ. മറ്റവള് വന്ന് ഫോൺ എടുത്തപ്പോ എനിക്ക് കലി വന്നു. കലിപ്പിക്കാൻ പറ്റിയ സമയം. മകന്റെ റേപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യമൊന്നും അറിഞ്ഞില്ലേ? ആ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. വക്കീലിനെ കാണാനും ഹരിയെ ജാമ്യത്തിൽ ഇറക്കാനും ഒക്കെ ഇനി ബാലേന്ദ്രൻ അല്ലാതെ വേറെ ആരുണ്ട്? ആന്റി ഉദ്ദേശിക്കുന്ന ബാലചന്ദ്രൻ സ്വന്തം മകനെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയതിന്റെ ഷോക്കില് ഹോസ്പിറ്റലിലാ. രോഹിയും പോലീസ് പിടിച്ചു. അപ്പോ ഹരിക്കൊരു കൂട്ടായല്ലോ. തീർന്നില്ല, വേറെ 2 കൂട്ടുകാരും കൂടെ ഉണ്ടെന്നാ കേട്ടത്. അവര് എന്നാ ചെയ്തിട്ടാ ഒരു പെണ്ണിനെയും കൂട്ടി എവിടെയോ ടൂർ പോയതിനാണോ? എന്റെ ആൻ, എനിക്കൊന്നും പറയാനില്ല. ടി വി വെച്ചോക്ക്, ഞാൻ ഫോൺ വെച്ചോട്ടെ. ഹലോ അങ്കിളെ, പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇവിടെ കുറെ സംഭവങ്ങളുണ്ടായി. ഇന്ന് വെളുപ്പിനെ പോലീസ് ഇവിടെ വന്ന് രോഹിത്തിനെ അറസ്റ്റ് ചെയ്തു. രോഹിത്തിനെ അറസ്റ്റ് ചെയ്യുന്നോ? എന്തിന്? കൊല്ലപ്പള്ളിയിലെ ഹരിയും രോഹിത്തും വേറെ 2 പേരും കൂടി ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസ്. സത്യാവസ്ഥകളൊന്നും ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല. ഹരിയും കൂട്ടുകാരും എല്ലാരും അറസ്റ്റില്ല. ബാലേട്ടല്ലേ അവിടെ? അച്ഛൻ കുഴഞ്ഞു വീണു. ഇപ്പോ ദേവമാത ഹോസ്പിറ്റലില്. ഗോവർദ്ധനങ്ങള് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലണം. അല്ല, ഞാൻ ഷോപ്പുകൾ തുറന്നിട്ട് അങ്ങോട്ട് ചെന്നാ മതിയോ? ഇന്നിനി ഷോപ്പൊന്നും തുറക്കണ്ട. അടുത്ത ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടേക്ക്. സ്റ്റാഫുകളെല്ലാം വിളിച്ച് വിവരം പറയണേ. ബാലേട്ടൻ പറഞ്ഞോ തുറക്കണ്ടെന്ന്? അച്ഛൻ ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ലേ ഇപ്പോ. അല്ല, എന്നാലും ബാലേട്ടനോട് ചോദിക്കാതെ. ചോദിച്ചിട്ട് മതി അങ്കിളെ. ആദ്യം ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ കാണണം. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ കണ്ട് രോഹിതിനെ ജാമ്യത്തിലിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് അന്വേഷിക്കണം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസിന്റെ വിശദ വിവരങ്ങൾ അറിയണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷേ ഷോപ്പുകൾ അടച്ചിടേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്കിളെ, നാട്ടുകാരെ തല്ലി പൊളിക്കുകയും തീ വെക്കുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ. ഓക്കെ അങ്കിളെ, വെക്കുവാണേ. ഹലോ, മനുവേട്ടൻ എവിടെയാ? ഞാൻ എറണാകുളത്തുനിന്ന് വീട്ടിലോട്ട് പോവാ. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിട്ടാണ് ഞാൻ എറണാകുളത്തുനിന്ന് പോകുന്നത്. മനുവേട്ടനോട് ആരാ പറഞ്ഞത്? ഹരിയുടെ ഫ്രണ്ടിന്റെ എൽഡർ ബ്രദർ വിളിച്ചു. അയാളുടെ അനിയനെ അറസ്റ്റിലാണ്. ആകെ 4 പേരാ പ്രതികള്. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി ഹോസ്പിറ്റലില്. അതിന് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നാ കേൾക്കുന്നത്. അതെല്ലാം ഭയങ്കര പ്രശ്നമാവും മനുവേട്ട. ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താന്ന് അറിയത്തില്ല. അതിന് ആരെങ്കിലും ഉണ്ടോ? അതിപ്പോ ഗവൺമെന്റ് നോക്കിക്കോളും. പോലീസും രാഷ്ട്രീയക്കാരും വനിതാ സംഘടനകളും എല്ലാവരും കൂടി ഇതിന് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുമല്ലോ. മനുവേട്ട, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം. അത് കൊല്ലപ്പെട്ടിയിലെ ഹരിയായാലും ശരി, ഇവിടുത്തെ രോഹിതായാലും ശരി. അറിവില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളല്ല 2 പേരും. എന്റെ അടുത്ത് ഇതേ അഭ്യാസം കാണിച്ചവരാ. ഇനി ആവർത്തിക്കരുതെന്ന് പലതവണ പറഞ്ഞു, പലതവണ വാർണിംഗ് കൊടുത്തു. ഇനി അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക തന്നെ വേണം. ശരി, പക്ഷെ 2 ചെറുപ്പക്കാരുടെ ജീവിതം 21 വയസ്സ്. 18 തികയാത്തൊരു പെങ്കൊച്ചു മറുവശത്തുണ്ട്. അതും കൂടി ആലോചിക്കണം. എന്തായാലും ഇതിന്നും രക്ഷപ്പെടാൻ അവർക്ക് പറ്റത്തില്ല മനുവേട്ട. നിന്റെ കൂടെ പിറപ്പാണ് രോഹിത്, അത് മറക്കല്ലേ. ആയിക്കോട്ടെ, പക്ഷെ ഞാൻ മറ്റേ പെൺകുട്ടിയുടെ കൂടെ. ഇവിടുത്തെ അവസ്ഥ മനുവേട്ടനെ അറിയൂ. രാവിലെ പോലീസ് വന്ന് രോഹിത്തിനെ പിടികൂടി. അച്ഛന്റെ മുന്നിലിട്ട് അടിച്ചു. അച്ഛൻ കുഴഞ്ഞു വീണപ്പോ ഹോസ്പിറ്റലില്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേ? ന്യൂസ് സ്പ്രെഡ് ആയില്ലേ? ഉച്ച കഴിയുമ്പോഴേക്കും പാലാ മുഴുവൻ പരസ്യമാകും. രാത്രി ബ്രേക്കിംഗ് ന്യൂസ് ഇതായിരിക്കും. ചാനലുകളില്, നാളത്തെ പത്രങ്ങളിലും. എന്നാ ചെയ്യാനാ? ഇനി മനുഷ്യരുടെ മുഖത്ത് നോക്കണ്ടല്ലോ. ശരി, ഞാൻ നിർത്തുവാണ് വീട്ടിലെത്താൻ. എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. ശരി. എടുക്ക് ശിവേട്ടാ. ഹലോ കമലെ. എന്റെ ശിവേട്ടാ, എത്ര നേരമായിട്ട് വിളിക്കുന്നു, എന്നെ ഫോൺ എടുക്കാത്തെ? ഞാൻ ജോലി ചെയ്യല്ലേ, ഇവിടെ അങ്ങനെ തോന്നുമ്പോ ഫോൺ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഞാൻ മാറി നിന്നാ. ആ, ഇനി അവിടെ തന്നെ നിൽക്കേണ്ടി വരും. നീ വിളിച്ച കാര്യം പറ കമലെ. മകനെ പോലീസ് പിടിച്ചോണ്ട് പോയി. ആ നേരം മുതൽ വിളിക്കുന്നതാ. പോലീസ് വിളിച്ചു എന്തിന്? അവനും ചില ഫ്രണ്ട്സും കൂടെ എവിടെയോ ടൂർ പോയി. ആ കൂട്ടത്തിൽ ഒരു പെണ്ണുകൊണ്ട് പരാതി കൊടുത്തു. അവളെ പേടിപ്പിച്ചെന്ന് പറഞ്ഞു. പേടിപ്പിച്ചെന്ന്? പീഡിപ്പിച്ചെന്ന്. എല്ലാം ഒന്ന് തന്നെയല്ലേ. പോലീസ് ഹരിയും കൂട്ടുകാരെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. നീ എന്തോന്നാടി പറയുന്നത്? ബലാത്സംഗ കേസാണോ? പിള്ളേർ ഒന്നിച്ചു പോയി ആരാണ്ടയുടെ ബർത്ത്ഡേ ആഘോഷിച്ചതാ. ഇപ്പൊ ആ പെണ്ണിന് പരാതി. ഹരിയെ മാത്രമല്ല ശിവേട്ടാ, രോഹിത്തിനെ പിടിച്ചു പോലീസ്. ബാലേന്ദ്രന്റെ വീട്ടിൽ ചെന്ന് പൊക്കിക്കൊണ്ടുപോയി. അയാളുടെ അഹങ്കാരം കുറച്ചൊന്ന് ഇടിഞ്ഞു കാണും. കമലെ, നിനക്ക് വല്ല ബോധമുണ്ടോ എന്നതാ ഈ പറയുന്നതെന്ന്? പീഡന കേസിൽ ഹരിയെയും രോഹിത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തെന്നാണോ നീ പറയുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്. ശിവേട്ടൻ എങ്ങനെയെങ്കിലും ഹരി ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ നോക്ക്. ആ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറ. 25,000 50,000 എത്രയാന്ന് വെച്ചാ കൊടുക്കാന്ന് പറ. പിന്നെ
രോഹിത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട. അത് ബാലേന്ദ്രൻ നോക്കിക്കോളും. അലീന ഉണ്ടല്ലോ, അയാൾക്ക് പ്രധാനമന്ത്രിയായിട്ട്. ഫോൺ വെച്ചിട്ട് പോടിപ്പൂല്ലേ. ഞാൻ അലീനെ വിളിച്ച് വിവരം തിരക്കിക്കോളാം. നീയൊക്കെ എങ്ങനെ മനുഷ്യകുലത്തിൽ ഒന്ന് ജനിച്ചു? ഓ കാട്ടാക്കിയോ? ഇപ്പൊ ഞാൻ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചതാണോ വലിയ കുറ്റം? എന്നെ തെളിച്ചേ. ആ നീ വന്നോ? എടാ മോനെ, ഹരിയെ പോലീസ് പിടിച്ചു. അമ്മ പറയും പോയില്ലേ, അപ്പൊ തന്നെ ചെന്ന് ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഞാൻ എന്നാ ചെയ്യണം? ഞാനാണോ ജാമ്യത്തിൽ ഇറക്കാൻ പോകേണ്ടത്? അമ്മയായിരുന്നല്ലോ മകൻ ചെയ്ത എല്ലാ കാര്യത്തിലും സപ്പോർട്ട്. ന്യായീകരിക്കാൻ വേണ്ടി ഉത്സാഹമായിരുന്നല്ലോ. നീ പോലീസ് സ്റ്റേഷനോട് ഒന്ന് ന്യായീകരിക്കും. അയ്യോ എന്റെ മകൻ ചെറിയൊരു കുസൃതി കാണിച്ചത് കാര്യമായിട്ട് എടുക്കല്ലേ എന്ന് പറ. എല്ലാരും കൂടി ചെന്ന് പീഡിപ്പിച്ച പെൺകുട്ടി ഒരു ചീത്ത പെണ്ണാന്ന് കൂടി പറഞ്ഞാൽ മതി. പോലീസ് അപ്പൊ തന്നെ മകനെ അമ്മയോട് വിട്ടേക്കും. അയ്യോ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാ, മാപ്പാക്കണേ എന്ന് അപേക്ഷിക്കാൻ ചെയ്യും. നീ എന്നാണോ മനു ഇങ്ങനെ? നിന്റെ കൂടെ പുറപ്പല്ലടാ അവൻ. അവനൊരു അബദ്ധം പറ്റിയ നമ്മളല്ലേ തിരുത്തേണ്ടത്? ഇതിന് മുമ്പ് ഒരു അബദ്ധം പറ്റിയായിരുന്നല്ലോ. അലീനയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ നോക്കിയില്ലേ, അമ്മ തിരുത്തിയോനെ. അവൾ ഒറ്റ ഒരുത്തിയ ഹരിയും രോഹിത്തും പേടിച്ചു പോകാൻ കാരണം. മിണ്ടരുത്. അമ്മ ഒറ്റ ഒരുത്തിയ സാധ്യത കാരണം. അവനെ പോലെ ഒരു മകനെ പ്രസവിച്ചത് എത്ര പേരെ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്ന അറിയോ? ഒന്നും ആയിട്ടില്ല. അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. നാളെ മുതൽ കൈതക്കൽ മാളിക വീട്ടിലെ കമലാമയെന്ന് പറഞ്ഞ നാട്ടുകാരെ മുന്നിൽ കറങ്ങി നടക്കുന്നൊന്ന് കാണണം. 5 മിനിറ്റിനകം ഇറങ്ങണേ, അത്രയും സമയം അനുവദിച്ചിട്ടുള്ളൂ. ശരി, എങ്ങനെയിപ്പം ബാലേട്ടാ? കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടോ? ആശ്വാസം ചത്തുപോയിരുന്നെങ്കിൽ ആശ്വാസം. രോഹിത്തിനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കണ്ടേ ബാലേട്ടാ? വേണ്ടെന്നാ ഇതുവരെ വിചാരിച്ചോണ്ട്, പക്ഷെ എന്റെ മകനായി പോയില്ലേടോ. ചില കാര്യങ്ങൾ ബാലേട്ടൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതന്നെ അവളോട് മാത്രം. ഞങ്ങളെന്താ അച്ഛന്റെ മക്കളല്ലേ? നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവുകളെ? ആ ചെറുക്കന്റെ ഭാവി പോയി. ഇവിടുത്തെ പെമ്പിളരുടെ കാര്യം കഷ്ടത്തില്ല. കോളിലോ പോകാൻ